ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക. ദേശമംഗലം MSA ബനാത്ത് യത്തീംഖാനയിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. മെയ് 2 സംഘടിപ്പിക്കുന്ന 200ാമത് വിവാഹ ചടങ്ങിന്റെ സംഘാടക സമിതി രൂപീകരണവും ചടങ്ങിൽ വെച്ച് നടന്നു. ദേശമംഗലം തലശ്ശേരി പെൺകുട്ടികളുടെ യത്തീംഖാനയായ MSA ബനാത്ത് യത്തീംഖാനയിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. യത്തീംഖാന കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് MSA ജനറൽ സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ മോഹം 5 പവൻ കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം. 5 പവൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ പേടിയുണ്ടായാൽ ഞങ്ങളത് ഉറപ്പൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഞങ്ങളുടെ മനസ്സിലുള്ളത് 5 പവൻ കൊടുക്കാൻ. ഈ 5 പവൻ കൊടുക്കണമെങ്കിൽ വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള വലിയ സഹായങ്ങൾ കിട്ടണം. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധം ആളുകളുടെ സഹായം ഉണ്ടായി. ഒരുപാട് സഹോദരന്മാർ, ഒരു സഹോദരൻ തന്നെ ഒരു കാര്യം അങ്ങനെ ഒരു കുട്ടിയുടെ മൊത്തം കാര്യം ഏറ്റെടുത്തു. 10 ലക്ഷം രൂപ തന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ആവശ്യമായ ഭക്ഷണത്തിന്റെ ചെലവ് ഏറ്റെടുത്തു. അങ്ങനെ പല ആളുകളും ആ രീതിയിലൊക്കെ തന്നെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ ദിവസം പ്രത്യേകം കണക്കാക്കി തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഈ വരാൻ പോകുന്ന ടാർഗറ്റ് കുറച്ച് വലുതാണ്. കാരണം ഈ 5 പവൻ 5 കുട്ടികൾക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൊടുക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകാവുന്ന സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മുടെ യത്തീംഖാനയുടെ മേലേൽപ്പിക്കാൻ പാടില്ല. കാരണം ഇവിടെ ശമ്പളം കൊടുത്തു പോകണം, ഇവിടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. അക്കാര്യങ്ങളൊക്കെ നടക്കാൻ ആവശ്യമാകുന്ന സൗകര്യങ്ങൾക്ക് വേണ്ടത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫണ്ട് അങ്ങനെ തന്നെ അതിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളെല്ലാവരും ഒരു കാര്യവും ചെയ്യേണ്ട, നിങ്ങളെല്ലാവരും ഒറ്റ കാര്യം ചെയ്താൽ മതി. മഹല്ലത്തുകളിലേക്ക് ഈ കാര്യങ്ങളെ അറിയിക്കുകയും അതാത് മഹല്ലുകളിൽ ഈ വിഷയം പറഞ്ഞു കൊടുത്ത് നല്ല കുറേ മനുഷ്യരെ ഈ കാര്യത്തിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമുക്കത് വിജയിപ്പിക്കാൻ സാധിക്കും. അതിനു മുമ്പേ ഒരു പ്രഭാഷണ പരിപാടിയൊക്കെ നമ്മൾ ആലോചിച്ചിരുന്നു. ബഹുമാനായ സംസാർ ഹക്കുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമയം വേണ്ട പോലെ കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. എങ്കിലും ഇൻഷാ അല്ലാഹ് അതിനുള്ള പരിശ്രമത്തിലാണ്. വരാൻ പോകുന്ന മെയ് 1 ഇൻഷാ അല്ലാഹ് ഈ നിക്കാഹ് പരിപാടിയുടെ നടക്കാൻ പോകുന്നത്. അതിനു മുമ്പായി നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളെ അറിയിക്കാൻ, അതുവഴി ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങളുടെ ഒക്കെ തന്നെയും ഒരു ഹൃദയപരമായ ബന്ധവും ആവശ്യമായിട്ടുള്ള സഹായങ്ങളും ജനങ്ങളെ അടുപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. വൈസ് പ്രസിഡന്റ് ബഷീർ ഫൈസി ദേശമംഗലം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. എന്ന് മാത്രമല്ല, അത് വളരെ എത്ര നിശബ്ദമായിട്ടാണ് കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ നടന്നത്. അന്നേ നമ്മൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെടാത്തപ്പോൾ ഞാൻ പറയാറുണ്ട്, എന്താണ് ഇതൊന്നും ആളുകളെയൊക്കെ അറിയിക്കാത്തത് ചോദിക്കാറുണ്ട്. ഇഖ്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങളുടെ അപര്യാപ്തത കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇത് സെലിബ്രേറ്റ് ചെയ്യണം. അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മളെ ആരെങ്കിലും ആളാകാൻ വേണ്ടിയിട്ടല്ല. ഈ സ്ഥാപനം നിർവഹിച്ചത് ഒരുപക്ഷെ ചരിത്രപരമായ ഒരു പങ്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപക്ഷെ അന്വേഷിച്ചാൽ കേരളത്തിൽ മറ്റൊരു സൗകര്യമില്ലാതെ യത്തീംഖാന നടത്തി അവർ 200 കുട്ടികളെ സുമംഗലികളാക്കിയത് തൃശ്ശൂർ ജില്ലയിലെ MSAക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നായിരിക്കും. ബഹുമാനരായ പാണക്കാട് തങ്ങന്മാരുടെ സുഹൃത സാരഥ്യത്തിൽ ആദരണീയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശ പ്രചോദിതമായ സ്ഥാപന ഒരു ചിന്തയിൽ ഇപ്പോൾ നമ്മുടെ ഓണംപിള്ളി ഉസ്താദിനെ പോലെ നിങ്ങളെപ്പോലെയുള്ള വലിയ വലിയ ആൾക്കാരുണ്ട് കമ്മിറ്റിയിൽ. അതുകൊണ്ട് ഇത് സെലിബ്രേറ്റ് ചെയ്യപ്പെടണം. നമ്മുടെ വീട്ടിലെ കല്യാണമാണെങ്കിൽ നമ്മൾ അതിന് എന്തുമാത്രം എഫേർട്ട് എടുക്കുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലായതാണ്. ഓണംപിള്ളി ഉസ്താദിന് അടുത്ത് തന്നെ മനസ്സിലാവും. അപ്പം അതുപോലെ ഇത് നമ്മുടെ ഈ പരിസരങ്ങളിലെങ്കിലും അതൊരു ആത്മീയ ആരവമായി മാറണം. ആ കുട്ടികളെ എൻ്റെ മോളാണ് എന്ന ചിന്തയിൽ നമുക്ക് സ്വർണം കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല, പറ്റുന്നവർ കൊടുത്തോളൂ.
നമുക്കൊരു ചാക്ക് അരി കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പറ്റുമെങ്കിൽ കൊടുത്തോളൂ. പക്ഷെ നമുക്ക് ഞാൻ എൻ്റെ ഒപ്പാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ കുട്ടികൾ സുമംഗലികളായി നിക്കാഹിതകളായി നല്ല വസ്ത്രം അണിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നില്ലെങ്കിലും അവരുടെ കണ്ണിൻ്റെ കോണിൽ ഉരുണ്ടുകൂടുന്ന ഒരശ്രുബിന്ദുവിൻ്റെ തിളക്കമുണ്ട്. ഇഫ്താർ മീറ്റിനോടനുബന്ധിച്ച് മെയ് 2 നടക്കുന്ന 200ാമത് വിവാഹ ചടങ്ങിന്റെ സംഘാടക സമിതി രൂപീകരണവും നടന്നു. തലശ്ശേരി മഹല്ല് ഖത്തീബ് ഷിഹാബ് കമാലി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മാനേജർ TP ഹംസ, അസ്ഹർ തങ്ങൾ തലശ്ശേരി, TM ഏന്തീൻകുട്ടി ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ അബ്ദുള്ള കോയ തങ്ങൾ സ്വാഗതവും ഷെഹിർ ദേശമംഗലം നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് CCV.